കേരളീയ പൊതുസമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്തുകളിലൊന്ന് മയക്കുമരുന്നിന്റെയും ലഹരി വസ്തുക്കളുടെയും വർദ്ധിച്ചു വരുന്ന വ്യാപനമാണ്. യുവതലമുറയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടെത്തുന്ന ഈ വിപത്തിനെ വേരറുക്കാൻ ഭരണകൂടവും പോലീസും ചേർന്ന് ഓപ്പറേഷൻ തുഫാൻ പോലുള്ള കർശനമായ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ സമൂഹം അതിനെ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. എന്നാൽ ഒരു വശത്ത് മാരക ലഹരി വസ്തുക്കൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും മറുവശത്ത് വരുമാന വർധനവോ മറ്റു താല്പര്യങ്ങളോ മുൻനിർത്തി മദ്യലഭ്യത കൂട്ടുകയും ചെയ്യുന്ന സർക്കാരുകളുടെ ഇരട്ടത്താപ്പ് എക്കാലത്തും കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പാണക്കാട് സായി സദീഖ് അലി ശിഹാബ് തങ്ങൾ എഴുതിയ ലേഖനവും അതിനെ തുടർന്ന് നിയമസഭയ്ക്കുള്ളിലും പുറത്തും ഉയർന്നു വന്ന രാഷ്ട്രീയ വിവാദങ്ങളും പ്രസക്തമാകുന്നത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സായി സദീഖ് അലി ശിഹാബ് തങ്ങൾ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ എഴുതിയ ലേഖനത്തിലൂടെയാണ് ഈ വിഷയത്തിൽ തന്റെയും പാർട്ടിയുടെയും ശക്തമായ നിലപാട് വ്യക്തമാക്കിയത്. ലഹരി വിമുക്ത കേരളത്തിനായി സർക്കാർ നടത്തുന്ന നീക്കങ്ങളെ അദ്ദേഹം പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നുണ്ട്. ലഹരിയുടെ വേരറുക്കാൻ ഓപ്പറേഷൻ തുഫാൻ പോലുള്ള പ്രവർത്തനങ്ങൾ കേരളീയ പൊതുസമൂഹം ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. എന്നാൽ ഇതേ ലേഖനത്തിലൂടെ തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളിലെ ആശങ്കകളും വൈരുദ്ധ്യങ്ങളും അദ്ദേഹം തുറന്നുകാട്ടി. ലഹരിയെ നാടുകടത്താൻ ഒരു വശത്ത് വൻപിച്ച പദ്ധതികൾ നടപ്പാക്കുമ്പോൾ മറുവശത്ത് മദ്യലഭ്യത കൂട്ടുന്ന നടപടികൾ സ്വീകരിക്കുന്നത് പരസ്പര വിരുദ്ധമാണ്. മദ്യനികുതി ഇളവുകൾ സംബന്ധിച്ച് പൊതുസമൂഹത്തിലും കുടുംബങ്ങളിലും വലിയ ആശങ്കകളുണ്ട്. ഇത് വിശദീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. മദ്യലഭ്യത വർദ്ധിപ്പിക്കുന്ന ബഡ്ജറ്റ് തീരുമാനങ്ങളിൽ പുനർചിന്തനം വേണമെന്നും സമുദായ സംഘടനയുടെയും ജനങ്ങളുടെയും ആശങ്കകൾ കേൾക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും തങ്ങൾ ആവശ്യപ്പെടുന്നു. കേവലം രാഷ്ട്രീയ വിമർശനങ്ങളിൽ ഒതുങ്ങാതെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കുടുംബങ്ങൾക്കും രക്ഷിതാക്കൾക്കുമുള്ള പങ്കിനെക്കുറിച്ചും തങ്ങൾ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ സുരക്ഷിതരാണ്, ഞങ്ങളുടെ കുട്ടികൾ ഇത്തരം കെണികളിൽ പെടില്ല എന്ന തെറ്റായ ധാരണ രക്ഷിതാക്കൾ തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. കുട്ടികളുടെ മാറുന്ന ശീലങ്ങളും അവരുടെ സൗഹൃദങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ രക്ഷിതാക്കൾക്ക് ബാധ്യതയുണ്ട്. ആരാധനാലയങ്ങൾ, വായനാശാലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ലഹരിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിലും പ്രാദേശിക തലത്തിലും പോരാടിയ ഹേംകുമാർ ദേവഗാവിനെയും കേരളത്തിൽ ലഹരിവിരുദ്ധ യാത്ര നടത്തിയ ധീരയായ അമ്മമാരെയും അദ്ദേഹം മാതൃകകളാക്കി. വാരിയർ ബാഡ്ജ് അണിഞ്ഞ് കുടുംബസമേതം ലഹരിവിരുദ്ധ യുദ്ധത്തിൽ അണിചേരാൻ അദ്ദേഹം കേരളീയരോട് ആഹ്വാനം ചെയ്യുന്നു. ഈ മദ്യനയ വിവാദം നിയമസഭയ്ക്കുള്ളിലും വലിയ പുകിലിന് കാരണമായിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച വിഷയവും നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്. എന്നാൽ ഈ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനാണ് ഭരണപക്ഷത്തിന്റെ നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വാദപ്രതിവാദങ്ങൾ ഇപ്രകാരമാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് 250% ഉണ്ടായിരുന്ന നികുതി 120% കുറച്ചതിൽ വൻ അഴിമതിയുണ്ടെന്ന് LDF നേതാവായ MP രാജേഷ് ആരോപിച്ചു. കർണാടകയിലെ പ്രമുഖ മദ്യക്കമ്പനികളാണ് ഇതിന് പിന്നിലെന്നും മദ്യക്കമ്പനികളിൽ നിന്നും എത്ര രൂപ കിട്ടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എക്സൈസ് മന്ത്രി M ലിജുവിന്റെ മറുപടി: എന്നാൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിൽ നിലവിൽ നയപരമായ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്നാണ് എക്സൈസ് മന്ത്രി M ലിജു വ്യക്തമാക്കിയത്. നിയമസഭയിലെ സമ്മേളനത്തിന് ശേഷം അബ്കാരി നയത്തെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, വീര്യം കുറഞ്ഞ മദ്യം എന്ന ആശയം ആദ്യമായി ആവിഷ്കരിച്ചതും അത് ഉൽപ്പാദിപ്പിക്കാൻ ഡിസ്റ്റിലറികൾക്ക് അനുമതി നൽകിയതും LDF ആണെന്നും മന്ത്രി തിരിച്ചടിച്ചു. എല്ലാവരുടെയും അഭിപ്രായം ക്രോഡീകരിച്ച് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള മദ്യനയമേ സർക്കാർ സ്വീകരിക്കൂ എന്നും അദ്ദേഹം ഉറപ്പ് നൽകി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച തീരുമാനത്തിനെതിരെ കേവലം പ്രതിപക്ഷം മാത്രമല്ല, ഭരണപക്ഷത്തു നിന്നും ഘടകകക്ഷികളിൽ നിന്നും കടുത്ത എതിർപ്പാണ് ഉയരുന്നത്. മദ്യലഭ്യത കൂട്ടുന്ന ഏതൊരു നീക്കത്തെയും പരമ്പരാഗതമായി ചെയ്യുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികളും വിവിധ സമുദായ സംഘടനകളും ഈ തീരുമാനത്തിനെതിരെ ശക്തമായി രംഗത്തു വന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ MV ജയരാജനും ഈ തീരുമാനത്തെ പരസ്യമായി വിമർശിച്ചു. വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരുന്നത് സ്വകാര്യ മേഖലയ്ക്ക് വഴിവിട്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണെന്നും അദ്ദേഹം ആരോപിച്ചു. മുൻപ് LDF ഭരണകാലത്ത് അത്തരമൊരു പദ്ധതിക്ക് നിർദ്ദേശം വന്നിരുന്നുവെങ്കിലും അത് നടപ്പാക്കേണ്ടതില്ലെന്നാണ് അന്ന് തീരുമാനിച്ചതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പാർട്ടിയും മുന്നണിയിലും സമുദായ സംഘടനകളിലും എതിർപ്പ് ശക്തമായതോടെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയേക്കുമെന്നാണ് സൂചനകൾ. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് മന്ത്രിമാരുമായി ആശയവിനിമയം നടത്താൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ചുരുക്കത്തിൽ കേരള രാഷ്ട്രീയത്തിലെ പല കാലഘട്ടങ്ങളിലെ പ്രസ്താവനകളും നേതാക്കളുടെ പേരുകളും പരസ്പരം മാറിപ്പോയൊരു സങ്കര വാർത്താ പശ്ചാത്തലമാണ് ഇതിനുള്ളത്. ഒരു വശത്ത് നാടിനെ നശിപ്പിക്കുന്ന മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ഓപ്പറേഷൻ തുഫാൻ പോലുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകണം. അതേസമയം തന്നെ മദ്യത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്ന ഇളവുകൾ സമൂഹത്തിൽ വരുത്തുന്ന ആഘാതങ്ങളെക്കുറിച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലുള്ള നേതാക്കൾ ഉയർത്തുന്ന ആശങ്കകൾ ഭരണാധികാരികൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. ലഹരിമുക്തമായ ഒരു നവകേരളം സൃഷ്ടിക്കാൻ കേവലം പോലീസ് നടപടികൾ മാത്രം പോരാ, മറിച്ച് സർക്കാരിന്റെ നയങ്ങളിലെ സുതാര്യതയും കുടുംബങ്ങളുടെ ജാഗ്രതയും ഒരുപോലെ അനിവാര്യമാണെന്ന് ഈ വിവാദം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.